കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ കമ്പിൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ സബ് സെന്ററിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. അടച്ചിട്ടതറിയാതെ ദിവസേന എത്തുന്ന രോഗികൾ നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയാണ്. ഡോക്ടർമാരുടെ അഭാവമാണ് ഡിസ്പെൻസറി അടഞ്ഞുകിടക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ കമ്പിൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ സബ് സെന്റർ അടച്ചിട്ടതുമൂലം രോഗികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആഴ്ചകളായി ഇവിടെ പരിശോധനയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഡോക്ടർമാരുടെ അഭാവമാണ് ഡിസ്പെൻസറി അടഞ്ഞുകിടക്കാൻ പ്രധാന കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ശരാശരി നിത്യവും എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികൾ, പ്രായമുള്ളവരും അതുപോലെ സ്ത്രീകളൊക്കെ ഇവിടെ വന്നിട്ട് മരുന്ന് വാങ്ങിയിട്ടും ഒക്കെ പോകുന്നതാണ്. ഇതിപ്പം കുറച്ച് നാളുകളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല ഇത് എന്തുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നതെന്നും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും മൂക്കിന് താഴെ കാണുന്നൊരു ഹോസ്പിറ്റലാണിത്. അവർക്ക് ഇതിനോട് ഒരു താല്പര്യവും ഇല്ല. പഞ്ചായത്തിൻ്റെ 100% അനാസ്ഥ എന്ന് പറയേണ്ടി വരും. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പഞ്ചായത്തിൻ്റെ വകുപ്പിലുള്ള ഇപ്പം എല്ലാം ഒരു മൂത്രപ്പുരയുണ്ട്, അത് ഒന്നും തുറന്നു കൊടുക്കില്ല. അതുപോലെ ഏത് രൂപത്തിലും കമ്പിൽ പ്രദേശത്തുള്ള ഈ ആയുർവേദ ആശുപത്രിയും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനാസ്ഥയിലാണ് കൊളച്ചേരി പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ കമ്പിൽ ബസാറിൽ പ്രവർത്തിച്ചിരുന്ന ഡിസ്പെൻസറി പള്ളിപ്പറമ്പിലേക്ക് മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് കമ്പിൽ മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക അനുമതി പ്രകാരം ആഴ്ചയിൽ 2 ദിവസം കമ്പിൽ ടൗണിൽ സബ് സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ദിവസേന നിരവധി രോഗികൾ സന്ദർശിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് കമ്പിൽ ടൗണിലെ ആയുർവേദ സബ് സെന്റർ. ഇവിടെ പരിശോധന നിലച്ചതോടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് രോഗികൾ നേരിടുന്നത്. കമ്പിൽ സംഘമിത്ര കലാ സാംസ്കാരിക കേന്ദ്രം ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.